അപ്പം ഞങ്ങൾ ഐസ്ക്രീം കടയുടെ ഫ്രണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. നോക്കി എത്ര ടൈപ്പ് കോൺ തന്നെയാണ് ഐസ്ക്രീം നിറയ്ക്കാനായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സമൂഹം എല്ലാ ഐസ്ക്രീം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. സമൂഹം ഇങ്ങനെ ഓടി ഓടി നോക്കുന്നുണ്ടായിരുന്നു ഏതെടുക്കണം എന്ന്. ഇവിടെ നല്ല തണുപ്പുണ്ട്. തണുപ്പ് വലിയ ചൂടൊന്നുമില്ല, നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഒന്ന് ഐസ്ക്രീം തരണമെന്ന് സമൂഹം ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ചു ഞങ്ങൾ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മാംഗോയാണ്, സമു വാങ്ങിച്ചിരിക്കുന്ന ഓറിയോയുടെയാണ്. അടിപൊളിയല്ലേ സമു? സൂപ്പർ. അങ്ങനെ സമൂഹന് ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞപ്പോൾ സമൂഹ പരിസരം പോലും നോക്കുന്നില്ല. അല്ല തൻ്റെ ഇപ്പുറത്ത് ആരിപ്പുണ്ടെന്നോ വേറെ ആൾക്കാർ കഴിക്കുന്നതോ ഒന്നും സമൂഹം നോട്ടയില്ല. സമൂഹം നല്ല ആസ്വദിച്ച് തന്നെയാണ് ഐസ്ക്രീം കഴിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മളും കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം നല്ല അടിച്ച് പൊളിച്ചിട്ട് രുചിച്ച് സമൂഹൻ്റെ മുഖത്തും വായിലും മൂക്കയിലും എല്ലാം ഐസ്ക്രീം പറ്റിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും പറയാൻ പോയില്ല. സമൂഹം നന്നായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു, കൂടെ ഞാനും കഴിച്ചു. സമൂഹന് ഇതൊന്നും പോരാഞ്ഞിട്ട് സമൂഹം ഒരു വാനിലയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ വാനിലയും സമൂഹം അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തത് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.